നമ്മളോട് പറയാണ്, നാം ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ കൂടുതൽ പ്രേരിപ്പിച്ച ഒരു സാധനം കണ്ണുകളാണ്. അപ്പൊ കണ്ണിലൂടെ കണ്ട രൂപങ്ങളെയാണ് നാം നമ്മുടേതാക്കി എടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ നമ്മളെ ഹോമിക്കുന്നത്. എന്നാൽ കണ്ണുകൾക്കൊരു രൂപം കാണാൻ കാഴ്ച തന്നൊരു ശക്തി ഉണ്ടല്ലോ, അതിനെ നമ്മുടേതാക്കിയെടുക്കൂ. വളരെ രസകരമായിട്ട് ഹരിനാമകീർത്തനത്തിൽ പറയും എഴുത്തച്ഛൻ, അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്തുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാകുന്ന രൂപങ്ങളെ എന്റേതെന്ന് ഗ്രഹിക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും. എന്നാൽ കണ്ണിലൂടെ കാണിച്ചു തന്നവനെ, അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഈ കണ്ണിലൂടെ കാണിച്ചു തന്നവനാണ് ശരിക്കും എന്റേത്. അല്ലാതെ കണ്ട രൂപങ്ങൾ എന്റേതല്ല. എന്റേതല്ല എന്ന് പറയാൻ കാരണം, ഇന്ന് എന്റെ കൂടെയാണെങ്കിലും നാളെ അവർ വേറൊരാളുടെ കൂടെ പോകേണ്ടവരാണ്, അല്ലെങ്കിൽ വേറൊരാളുടെ പൊസഷനിലേക്ക് വരുന്നവരാണ്. ഇതാണ് സത്യം. ഇപ്പൊ എന്റേതല്ലാത്തത് ഇന്ന് എന്റേതാണ്, നാളെ എന്റേതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറ്റുമോ? നമ്മൾ പ്രസവിച്ച് വളർത്തിയ കുട്ടികളെ നമുക്കെന്നും എന്റേതെന്ന് പറയാൻ പറ്റുമോ? ഒരു ഏജ് കഴിഞ്ഞാൽ അവർ വേറൊരാളുടേതായി കഴിഞ്ഞു. ഇതാണ് സത്യം. ഇതുപോലെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിച്ച ഭർത്താവുണ്ടല്ലോ, എന്റെയാണെന്ന് പറയുമ്പോ ഒരു ദിവസം മൃത്യുദേവൻ പറയുന്നുണ്ട്, ഇനി മുതൽ നിങ്ങളുടേതല്ല, ഇനി എന്റേതാണെന്ന്. അപ്പോ എന്റേതെന്ന് പറയാൻ വേറെയൊക്കെ അവകാശികളുണ്ട്. അതിനെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ട് എന്റെയാണെന്ന് പറയുന്നത്. ഇപ്പൊ വിവേകമുണ്ടാവണം. ഞാൻ കണ്ണുകൊണ്ട് കാണുന്നവരൊക്കെ ഇന്നെന്റെയാണെങ്കിലും നാളെ അതിന്റെ അവകാശം വേറെ ആളുകൾക്കാണ്. അതുകൊണ്ട് എന്റേതെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഇന്നും നാളെയും എന്റെ കൂടെ ഉണ്ടാവുന്നത് ഇതെല്ലാം കാണിച്ചു തരുന്ന കണ്ണിനും കണ്ണായ ഭഗവാനാണ്. ആ ഭഗവാനെ നാം കൊണ്ടു നടക്കാൻ തുടങ്ങിയാൽ ഒരു രൂപത്തിലേക്കും നമ്മൾ ഹോമിക്കപ്പെടില്ല. ഭർത്താവാകുന്ന അഗ്നിയിലേക്കും ഹോമിക്കപ്പെടില്ല, ഭാര്യയാകുന്ന അഗ്നിയിലേക്കും ഹോമിക്കപ്പെടില്ല, മക്കളാകുന്ന അഗ്നിയിലേക്കും ഹോമിക്കപ്പെടില്ല. നാം ഹോമിക്കുന്നതിന് പകരം നാം പിടിക്കപ്പെടും. ആരെ? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ആ ഭഗവാനെ നമ്മൾ പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഹോമിക്കുന്ന പ്രശ്നമില്ല. ഇപ്രകാരം 5 ജീവജാലങ്ങൾ: അഗ്നിയിലൂടെ പാറ്റ, ശബ്ദത്തിലൂടെ മാൻ, സ്പർശത്തിലൂടെ ആന, നാവിലൂടെ മത്സ്യം, അതുപോലെ ഘ്രാണത്തിലൂടെ വണ്ടുകള്. ഇത് കുംഭകർണൻ രാവണന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാനിതൊക്കെ അങ്ങയ്ക്ക് പറഞ്ഞു തന്നാലും വാസന കൊണ്ടു നീക്കരുതാർക്കുമേ ശാസനയാലും മടങ്ങുകയില്ലിതു. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. ഇതൊക്കെ നമുക്കറിയുന്നതാണ്. നമ്മൾ മരണം കാണുന്നുണ്ട്, നാശം കാണുന്നുണ്ട്, നമ്മൾ കുട്ടികളോട് പറയുന്നുണ്ട് നല്ലത് പറഞ്ഞു പഠിക്കണം. ഇതൊക്കെ പറയുമ്പോഴും നമ്മളും ദുർബലരായി അതിലൊക്കെ വീണു പോകുന്നു. കാരണം നാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന വാസനകള്, എത്രയോ ജന്മാർജിതമായ വാസനകള് നാം അറിയാതെ നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് സത്സംഗങ്ങളിലൂടെ ഈശ്വരപ്രേമം കൂടുതൽ വർദ്ധിപ്പിച്ച് നാമസ്മരണങ്ങളിലൂടെ മനസ്സിനെ ക്രമേണ ഭഗവത് ചിന്തയിലേക്ക് ഉയർത്തിയാൽ ഒരുപക്ഷെ ഈ ജന്മം ക്രമേണ നമുക്ക് അതിൻ്റെ എല്ലാം പിടിയിൽ നിന്നും നമ്മളെ മുക്തരാക്കാൻ സാധിക്കും. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനോ വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രിയ നിഗ്രഹങ്ങളുള്ളവർക്ക് സൗഖ്യങ്ങളൊക്കെ വന്നുകൂടും എന്ന് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? കുംഭകർണനാണ്. അങ്ങോർക്കതില്ല. രാവണന് പറഞ്ഞു കൊടുക്കുക, നിനക്ക് നന്നാവണം എന്നുണ്ടെങ്കിൽ കുറെയൊക്കെ വിവേകത്തിൽ ജീവിക്കണം. ഇത് കഴിഞ്ഞ്
കുംഭകർണന്റെ ശാസനം അല്ലെങ്കിൽ ഉപദേശമൊക്കെ കഴിഞ്ഞു. ഇനി വിഭീഷണന്റെ ഒരു ഉപദേശമുണ്ട്. അത് കുറേയും കൂടിയും ഗംഭീരമായൊരു ഉപദേശമാണ്. നിന്റെ അടക്കാനാവാത്ത കാമാസക്തി ഇന്നൊരു ദുരന്തത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ചു. എങ്കിലും വിവേകമുള്ളവൻ വിവേകമില്ലാത്തവന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. നന്നായോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. നന്നായാലും നന്നായില്ലെങ്കിലും പറയാനുള്ളത് പറഞ്ഞോളണം. ചിലപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വരും, ചിലപ്പോൾ കൊണ്ടില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കി നോക്കൂ. ശ്രീരാമൻ എന്ന് പറയുന്നത് സാക്ഷാൽ ജഗദീശ്വരനാണ്, അഭയം തരുന്നവനാണ്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയെ നീ കട്ടുകൊണ്ടുവന്നത് ശരിയല്ല. അതുകൊണ്ട് ഒന്ന് ഞാൻ നിന്നോട് പറയുന്നത്, നന്നല്ല സജ്ജനത്തോട് വൈരം. നല്ല ആളുകളോട് വൈരം കാണിക്കുക, ദുഷ്ടന്മാര് പറയുന്നതിനെ കേൾക്കുക. ഇത് നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയാണ്, ഇത് നിനക്ക് നന്നല്ല. ഇപ്പൊ രാവണനെ പറ്റിയ ഒരു വീഴ്ച എവിടെയെന്ന് വെച്ചാൽ, നല്ലവരോട് സംഘം ചെയ്യാതെ തന്റെ അതേ ദൗർബല്യങ്ങളുള്ളവരോടാണ് സംഘം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. ഇപ്പം നിന്നോട് പറയും, എന്തിനാ സത്സംഗത്തിന് പോണത്, എന്തിനാ സജ്ജനങ്ങളോട് ചേരുന്നത്, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാ പോരെ, കുടുംബകാര്യങ്ങൾ നോക്കിയാ പോരെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നല്ല വഴിയെ മുടക്കാൻ ആൾക്കാരുണ്ടാവും. നമുക്കൊരു കഷ്ടകാലം വരുമ്പോ ഈ വഴിമുടക്കികളൊന്നും അന്നുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ തിരിച്ചറിയില്ല. ചില ആളുകളുണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തത് കൊണ്ടാ. കുടുംബം നോക്കണ്ടേ, ചില അമ്മായിയമ്മമാര് മുടക്കും മരുമക്കളെ. എന്തിനാ അപ്പോഴേ സത്സംഗത്തിന് പോണ കുട്ടി, ഭർത്താവിന്റെ കാര്യം നോക്കിയാ പോരെ, അത് നോക്കിയാ പോരെ, ഇത് നോക്കിയാ പോരെ. ഇതുപോലെ തന്നെ അച്ഛന്മാര് മക്കളെയും മുടക്കും. ഇങ്ങനെയൊക്കെ മുടക്കി ജീവിതത്തിലൊരു വിഷമം വരുമ്പോ ആ വിഷമങ്ങളെ നേരിടാൻ ഇവരാരും കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ വഴിമുടക്കുന്നവരോടൊന്നും വലിയ ബന്ധമുണ്ടാക്കരുത്. അതൊക്കെ കുറച്ചൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആവണം. മാക്സിമം സംഭവിക്കുക മരണമാണ് സംഭവിക്കുക. അതിലപ്പുറമൊന്നും സംഭവിക്കാനില്ല. നമുക്ക് പാത ഇതാണ് ശരിയെന്ന് മനസ്സിലായാൽ പിന്നെ നമ്മൾ ആ പാതയിൽ കൂടെ നടക്കാൻ ദൃഢനിശ്ചയം ചെയ്യണം. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. അതൊന്നും പറഞ്ഞതൊന്നും അവരോട് എതിർക്കാൻ പോകരുത്. നമ്മൾ വകവയ്ക്കാതെ പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വകവയ്ക്കാതെ പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് എത്തേണ്ടടുത്തെത്താം. നിങ്ങൾ മാതാമൃതാനന്ദമയി ദേവിയുടെ ജീവചരിത്രം എടുത്ത് വായിക്കണം. അമ്മ ആദ്യകാലത്ത് അവരുടെ ചരിത്രം എഴുതി വച്ചിരിക്കുന്നത് അവരുടെ കുടുംബക്കാരെല്ലാം വഴിമുടക്കികളായിരുന്നു. ഒരാളും നന്നാവാൻ സമ്മതിച്ചില്ല. പക്ഷേ അമ്മ എതിർക്കാനൊന്നും പോയില്ല. അവര് പറയണൊന്നും വകവയ്ക്കാതെ തന്റെ വഴിയിലൂടെ നടന്നു. ഇന്നിപ്പോ അവരെവിടെ എത്തി? ഇതുപോലെ നമ്മളെയും മുടക്കാൻ ആളുകളുണ്ടാവും. നമ്മൾ എതിർക്കാൻ പോവരുത്, വകവയ്ക്കാതെ പോയിക്കൊണ്ടിരിക്കുക. എതിർക്കാൻ പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ദൃഢനിശ്ചയം ചെയ്ത് നമ്മുടെ പാതയിലൂടെ പോയാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അപ്പം നമുക്ക് മനസ്സിലാവും, നാം ഈ വഴിക്ക് പോയതുകൊണ്ടാണ് അതിനെ ഉൾക്കൊള്ളാനും അതിനെ കുറെയൊക്കെ നേരിടാനും താങ്ങാനും കടന്നു പോവാനും സാധിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലോ അത്തരത്തിലുള്ള നമ്മളെ വഴിമുടക്കികൾക്ക് നമ്മളെ കാണുമ്പം അസൂയ വരും. ഇവർക്ക് എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റണമെന്ന്. ഇതൊക്കെയാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? വിഭീഷണൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ വിഭീഷണൻ പറയുന്നത് ഇന്ന് വളരെ സത്യമാണ്. അല്ലേ? ശരിയല്ലേ? നല്ലൊരു ശതമാനം ആളുകളുണ്ടല്ലോ നേരെ ആവാത്തതിന് കാരണം അവരെ കുറെയൊക്കെ മറ്റുള്ളവര് നന്നാവാൻ സമ്മതിക്കില്ല അങ്ങോട്ട്. ഞാനിത് പറയുന്നതൊക്കെ പലരുടെ അനുഭവത്തിലാണ്. ഞാൻ ഈ വ്യാഖ്യാനങ്ങളൊക്കെ പറയുമ്പോൾ എന്റെ പിന്നിൽ ഒരുപാട് അനുഭവങ്ങളുടെ ആളുകളുടെ ലിസ്റ്റ് ഉണ്ട്. പല സ്ഥലത്തങ്ങളുടെ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ചിലർ പറയും, സ്വാമിജി എനിക്കിതൊക്കെ ഒരു വലിയ ഇഷ്ടമാണ്, പക്ഷെ എന്ത് പറയാൻ, ഭർത്താവിന്റെ അമ്മ സമ്മതിക്കില്ല. ഒരു പറയും ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കൂ, നീ എന്തിനാ അതിനൊക്കെ ആയിട്ട് നടക്കണത്? ഒരിക്കൽ കേട്ടാ പോരെ സപ്താഹം, പിന്നെ എന്തിനങ്ങനെ ഈ പുസ്തകം കൊണ്ട് നടക്കണത്? നിനക്കതൊന്നുമല്ല ഉദ്ദേശ്യം. ആരുടെയോ വായിൽ നോക്കി വേറെ തെറ്റിദ്ധാരണകളിലേക്കൊക്കെയാണ് വരുന്നത്. ഇപ്പൊ ഭർത്താവിനോട് ഇഷ്ടമില്ലെന്നും വേറെ എന്തൊക്കെയോ ആണ് താല്പര്യമെന്നും
അങ്ങനെയൊക്കെയുള്ള വഴിമുടക്കികൾ ധാരാളമുണ്ട് ഓരോ വീടുകളിലും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വയം നന്നാവുകയില്ല, മറ്റൊരാളെ നന്നാവാൻ അനുവദിക്കുകയില്ല. ഇങ്ങനൊരു വഴിമുടക്കികളാവരുത് നിങ്ങളാരും. വിട്ടേക്കണം. ആര് ഇത്തരം കാര്യങ്ങൾ പോകുന്നുണ്ടോ വിട്ടേക്കൂ. നന്നാവട്ടെ, അവര് കേൾക്കട്ടെ. ഇതൊന്നും കേട്ടിട്ട് ഇന്നേ വരെ ആരും നശിച്ചിട്ടില്ല ഉണ്ടോ? പിന്നെ എന്തിനാ നമ്മളൊന്നിന് പിടിച്ചു വയ്ക്കുന്നത്? എന്നാലും നമുക്കൊരു പേടി, ഇതിലേക്കൊക്കെ പോയാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളിലൊന്നും താല്പര്യം ഉണ്ടാവാതെ വരുമോ? സന്യസിച്ചു പോവോ? നേരെയായി പോവോ തന്നെ പേടി. സന്യസിച്ചെങ്ങാനും ഭാര്യ സന്യസിച്ചു പോയാൽ പിന്നെ പോയില്ലേ? ആളുകൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് പറ്റിയെന്ന്. പിന്നെ ചിലർ തെറ്റിദ്ധരിക്കുക എങ്ങനെയാണ്, വീട്ടിൽ സ്വരച്ചേർത്തല്ലാത്തതുകൊണ്ടാണ് അവൾ പോണത് എന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്ന്. അങ്ങനെ ധരിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ക്രൂരമായ കുറെ നിന്ദ്യമായ ചിന്തകൾ ഉള്ളിൽ കടന്ന് കടിക്കുന്നതുകൊണ്ടായിരിക്കാം മറ്റൊരാളെ നന്നാവാൻ അനുവദിക്കാത്തത്. അതുകൊണ്ട് ഒരു കോംപ്രമൈസ് ഇല്ലാതെ, എതിർക്കാൻ പോവാതെ അവരെ തഴഞ്ഞുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഈ പാതയിൽ നമ്മൾ സഞ്ചരിച്ചു കൊള്ളണമെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളും ഉണ്ടിട്ടോ. നല്ല വഴിമുടക്കികളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് നാരായണീയമൊക്കെ പഠിച്ച് ഇപ്പോൾ നാരായണീയം പ്രചരിപ്പിക്കുന്ന ആളുകളും എനിക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട്. പഠിക്കാൻ സമ്മതിക്കില്ല, എന്നാൽ ഇവരെങ്ങനെയൊക്കെ വേലി ചാടും. അങ്ങനെയൊക്കെ വേലി ചാടി അമ്മായിയമ്മ കടന്നുറങ്ങുന്ന സമയത്തും അവരെങ്ങനെ പുറത്തുപോയ സമയത്തൊക്കെ നോക്കി പഠിച്ച് അങ്ങനെ ജീവിക്കുന്നവരുമുണ്ട്. ഇതിൽ നമ്മളൊക്കെ ഒന്ന് പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. പിന്നീട് പറയാണ്, എനിക്കൊന്നറിയാം, ആരാണോ ശ്രീരാമസ്വാമിയോട് ശത്രുത കാണിക്കുന്നത് അവർക്കെല്ലാം നാശമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്താർത്ഥം? നല്ല ചിന്തകളിലേക്ക് കടക്കാത്തവർക്കൊക്കെ നാശമേ ഉള്ളൂ. അതുകൊണ്ട് സീതയെ നീ കൊണ്ടുകൊടുത്തേക്കൂ, ശ്രീരാമസ്വാമിയെ സന്തോഷിപ്പിക്കൂ, നല്ലതിലേക്ക് മനസ്സിനെ വിടൂ, നിനക്ക് നന്മയാണ് വരുന്നത്. ഇത് പറഞ്ഞതും കോപം കൊണ്ട് അങ്ങോട്ട് ക്രൂരനായി രാവണൻ. എന്നിട്ട് പറയാണ്, ഇനിയും നീ ഇവിടെ നിന്നു കഴിഞ്ഞാൽ എന്റെ ഈ വാക്കുകളൊക്കെ നിർത്തിവെക്കൂ, പ്രസംഗിക്കേണ്ട, നീ എന്നെ നന്നാക്കാനാണ് അത്രയും, നീ നന്നായാ മതി, എന്നെ നന്നാക്കാൻ നീ വരണ്ട, ഞാൻ എന്നോ നന്നായിട്ടുണ്ട്. യു മൈൻഡ് യുവർ ബിസിനസ് എന്നാണ്. ആര്? രാവണൻ. ഇനിയും നീ ഇവിടുന്ന് പ്രസംഗിച്ചാൽ ചന്ദ്രഹാസം കൊണ്ട് ഞാൻ മറുപടി തരും, ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന്, ഗെറ്റ് ഔട്ട് അടിച്ചു. വളരെ സന്തോഷമായി വിഭീഷണൻ. എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു, ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് രാമസന്നിധിയിലേക്ക്. നല്ല മനസ്സ് രാമനിലേക്കെത്തി, ഒരു ക്രൂര മനസ്സ് രാമനെ എതിർത്ത് ആത്മനാശം വന്നു. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സ് ആരുടേതുപോലെ ആവണം? വിഭീഷണന്റെ മനസ്സ് പോലെയാവൂ. സത്സംഗങ്ങളിലൂടെ, സദ്വിചാരങ്ങളിലൂടെ, ഭഗവത് വിചാരത്തിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ നമുക്ക് രാമനിൽ തന്നെ, ആത്മാവായ രാമനിൽ തന്നെ ചെന്നു ചേരാം. അതാണ് രാമായണം. രാമനിലേക്കുള്ള അയനം, രാമനിലേക്ക് ചേരൽ, ആത്മാവായ രാമനിലേക്ക് ഈ ജന്മം ഇവിടെ വെച്ചിട്ട് നമുക്ക് ചേർന്നിരിക്കാം എന്ന് വിഭീഷണൻ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ മനസ്സിന്റെ തെറ്റുകുറ്റങ്ങൾ മാറ്റിക്കൊണ്ട് മറ്റൊരാളോട് ക്ഷമിക്കാനും, ആരെന്ത് ചെയ്താലും അത് ഉൾക്കൊള്ളാനും, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനും, മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കാനും സാധിക്കുന്ന ഒരു മനസ്സ് നേടിയെടുക്കാൻ നമുക്ക് ചാൻസ് ഉള്ളത് കൊണ്ടാണ് ബ്രാഹ്മണ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഭഗവാൻ കുലം നോക്കിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ കാട്ടുജാതിയിൽപ്പെട്ട ഒരു ശബരിയെ, ഹേ ബ്രാഹ്മണപ്രിയേ, ഭഗവത് പ്രിയേ, ശ്രേഷ്ഠേ, പിന്നെ വിളിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായൊരു വാക്കാണ് ആഢ്യേ എന്നുള്ളത്. ആഢ്യത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ വാക്കാണ്. ശ്രീരാമസ്വാമി ഒരാളെ മാത്രമേ ആഢ്യ എന്ന് വിളിച്ചിട്ടുള്ളൂ, അത് ശബരിയെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളൂ. നമ്മുടെ ജീവിതത്തെ നമ്മൾ ശരിക്കും അങ്ങോട്ട് പരിവർത്തനം ചെയ്യണം. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. ആരോ ഒരിക്കൽ പറയേണ്ടായി, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മസിൽ ഏതാണെന്നറിയോ? ഏറ്റവും ശക്തിയുള്ള മസിൽ നാവാണത്ര. ഏറ്റവും ശക്തിയുള്ള മസിൽ, ഇത്ര ശക്തിയുള്ള മസിൽ വേറെ ഇല്ല എന്നാണ്.
അതുകൊണ്ട് സുഗ്രീവ, അയാളെ ശത്രുവായിട്ട് കാണുകയല്ല വേണ്ടത്, മിത്രമായി കണ്ടുകൊണ്ട് സ്വീകരിക്കുകയാണ്. എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അവിടെ പോയപ്പോണ്ടല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിൽ വേദമന്ത്രങ്ങൾ ചൊല്ലായിരുന്നു. വിശ്വം വിഷ്ണു വഷക്കാരോ വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലുന്ന ആളാണ്. അദ്ദേഹമാണ് അന്ന് എന്നെ കൊല്ലാൻ രാവണൻ നിശ്ചയിച്ചപ്പോ എന്റെ വാല് കരിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ സംസ്കാരം അന്നിനിൽ ആദരവുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിഭീഷണൻ നമ്മളെ ചതിച്ചു കൊല്ലാനല്ല വന്നത്. അദ്ദേഹം അഭയം തേടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരമായിരിക്കും, പ്രയോജനകരമായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് സുഗ്രീവന് തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുന്നത്. വേഗം ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണു. ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ വീണ് അദ്ദേഹം രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാവിരാമായ രാമഭദ്രായ നമാം. ശ്രീരാമസ്വാമിയെ പാദത്തിൽ വീണ് ശ്രീരാമസ്വാമിയുടെ ഗുണഗണങ്ങളെല്ലാം വർണ്ണിച്ച് പറയണ, എനിക്ക് മനസ്സിലായി അവിടുന്ന് സർവചരാചരങ്ങളിലും ആത്മാവാണ്. ഇപ്പോ ഒരു ദശരഥപുത്രന്റെ വേഷം കെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എങ്കിലും ആ രൂപത്തിന്റെ പാദങ്ങളിൽ വീണുകൊണ്ട് ആശ്രയം തേടാൻ എനിക്ക് സാധിച്ചത് സുഹൃതമായി ഞാൻ കാണുന്നു. അതുകൊണ്ട് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമേ. ഇപ്രകാരം കേട്ടപ്പോ ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനേകതൽപരൻ ഒട്ടുമേ താപമൊരുത്തനെ കൊണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലെന്നോർക്ക നീ രാമവാക്യാമതം കേട്ടു വിഭീഷണനാമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം. ഞാൻ ധന്യനായി. എനിക്കിപ്പോഴാണ് ജീവിതത്തിൽ കൃതാർത്ഥത വന്നത്, ധന്യത വന്നത്. ശ്രീരാമസ്വാമി എല്ലാവരോടും കൂടെ പറയും, ദേ കേട്ടോളൂ വാനരന്മാരെ, ഏത് ശത്രുവായാലും ശരി എന്നെ ആശ്രയിച്ചാൽ ഞാൻ അവന് അഭയം കൊടുത്തിരിക്കും. ഇതെന്റെ പ്രതിജ്ഞയാണ്. രാവണൻ തന്നെ എന്റെ പാദത്തിൽ വീണാൽ ഞാൻ അവനെ കൊല്ലുകയില്ല, ഞാൻ അവനും അഭയം കൊടുത്തിരിക്കും. നമ്മുടെ ഭാരത സംസ്കാരം അഭയത്തിന്റെ സംസ്കാരമാണ്, ആരെയും വേദനിപ്പിക്കുന്ന സംസ്കാരമല്ല. എല്ലാ ആചാര്യന്മാരും പല മതങ്ങളെ നമ്മളിപ്പോ ചിന്തിക്കുകയാണെങ്കിൽ മതങ്ങളൊക്കെ പിന്നീടുണ്ടായതാണ്. മുഹമ്മദ് നബി വരുമ്പോൾ ഇസ്ലാം മതം ഇല്ല, ഉണ്ടോ? ജീസസ് വരുന്ന സമയത്ത് ക്രിസ്ത്യൻ മതം ഇല്ല, ഉണ്ടോ? അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്ന സമയത്ത് ഹിന്ദു മതം ഇല്ല ഇവിടെ. അന്നിവിടെ ഒരു സനാതന സംസ്കാര ഋഷി സംസ്കാരത്തിൽ ജീവിച്ചവരുടെ മണ്ണായിരുന്നു. അപ്പോ ആചാര്യന്മാരും അവതാരമൂർത്തികളും അതുപോലെ തന്നെയുള്ള മെസഞ്ചർമാരും അവരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങളെ ആശ്രയിക്കുന്നവരെ ഞങ്ങൾ അഭയം കൊടുക്കും. ഒരു അവതാരമൂർത്തിയും പറഞ്ഞിട്ടില്ല നിങ്ങൾ മറ്റൊരാളെ വെറുക്കണം, മറ്റൊരാളെ നശിപ്പിക്കണം, മറ്റൊരാളെ വേദനിപ്പിക്കണമെന്ന്. രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നന്മ ചെയ്യൂ, വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കൂ എന്നാണ്. അപ്പൊ നന്മ ചെയ്യാനും ക്ഷമിക്കാനും, നന്മ പറഞ്ഞ് നന്മ ചെയ്ത് തന്നെ വേദനിപ്പിക്കുന്ന ആളുകളോട് ക്ഷമിക്കാനുമുള്ളൊരു സംസ്കാരം പറഞ്ഞു തന്ന ആചാര്യന്മാരുടെ അവതാരമൂർത്തികളുടെ പിന്തുടർച്ചക്കാര് നേരെ വിപരീതമായിട്ട് ചെയ്യാണിപ്പോ. അല്ലെങ്കിൽ ഈ മതസംഘടനകളും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ജാതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഇതൊക്കെ വന്നത് നാം അവര് പറഞ്ഞത് എന്താണെന്നല്ല ശ്രദ്ധിക്കുന്നത്, നമുക്ക് തോന്നിയതൊക്കെ നമ്മൾ ചെയ്യുകയാണ്. വിഗ്രഹങ്ങളെ ആരാധിച്ചതുകൊണ്ടോ പള്ളിയിൽ പോയതുകൊണ്ടോ അവതാരമൂർത്തികൾ എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ ശീലിച്ചിട്ടില്ലെങ്കിൽ പ്രയോജനമില്ല എന്ന് പറയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയും, അവതാരമൂർത്തികൾ പറഞ്ഞതിനെ ആചരിക്കുന്നവനാണ് ശ്രേഷ്ഠൻ, അല്ലാതെ അവരെ തൊഴുതുപോകുന്നവരല്ല. അതാണ് ഗാന്ധിജി കാണിച്ചു കൊടുത്തത്. ഗാന്ധിജിയെ ട്രെയിനിൽ വെച്ച് അടിക്കുമ്പോ ചെകിടത്തടിച്ച സമയത്ത് വലത് ഭാഗം തിരിഞ്ഞു കാണിച്ചു കൊടുക്കുമ്പോൾ പറയാണ്, ഇതാണ് ജീസസ് പറഞ്ഞിരിക്കുന്നത്, എന്റെ ഇടത്തെ മുഖത്തൊന്ന് തന്നാൽ വലത് മുഖം കാണിച്ചു കൊടുക്കണം. ഇത് പറയുമ്പോണ്ടല്ലോ ബ്രിട്ടീഷുകാരൻ അപ്പോഴാ മനസ്സിലായത് ക്രിസ്ത്യനായിട്ട് ജനിച്ചാ പോരാ, ജീസസ് പറഞ്ഞതനുസരിച്ച് ജീവിക്കണമെന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കാണാം ഈ മാർപ്പാപ്പമാരൊക്കെ വന്നു കഴിഞ്ഞാൽ മാപ്പ് പറയുന്നത്. പല പല യുദ്ധങ്ങളും കഴിയും, കുറെ എണ്ണത്തിനെ കൊല്ലും,
എന്നിട്ട് അവർ പറയും, ഞങ്ങൾ ജീസസ് പറഞ്ഞതിനെ തെറ്റിച്ചു, നിന്നെപ്പോലെ നിന്റെ അയൽവാസിയും സ്നേഹിക്കുക എന്നുള്ളതിന് പകരം അയൽവാസിയുടെ മേൽ ബോംബിടുക എന്ന് ഞങ്ങൾ ചെയ്തു പോയി, അതുകൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ബോംബിട്ടതിന് ശേഷം മാപ്പ് ചോദിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെയല്ല. ഓരോ ക്രിസ്ത്യനും വേണ്ടത് ജീസസ് എന്ത് പറഞ്ഞോ അത് ഞങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടു നടക്കും. ഓരോ മുസ്ലിമും വേണ്ടത് തന്റെ കിടന്ന വിരിപ്പിൽ ഒരു പൂച്ച കിടന്നത്രേ മുഹമ്മദ് നബിയുടെ അടുത്ത്. അദ്ദേഹം യാത്ര ചെയ്യായിരുന്നു. അപ്പൊ ആ പൂച്ച കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എണീറ്റ് പോകണം. ആ പൂച്ചയ്ക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവരുതേ എന്ന് കരുതി ആ പുതപ്പ് മുറിച്ചു എന്നാണ്. പൂച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അതിന്റെ പ്രാണനെ പോലും ആദരിച്ച ഒരു മുഹമ്മദ് നബിയുടെ പിന്തുടർച്ചക്കാരായിട്ട് വരുന്ന മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണല്ലോ ലോകത്തിൽ തീവ്രവാദം. ഓരോ മുസ്ലിമും പ്രതിജ്ഞ ചെയ്യേണ്ടത്, നമ്മുടെ ഗുരുനാഥൻ ഒരു പൂച്ചയ്ക്ക് പോലും അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ സർവചരാചരങ്ങളെയും ഞങ്ങൾ അഭയം കൊടുക്കും, സ്നേഹിക്കും, ക്ഷമിക്കും. ഇത് പറഞ്ഞു പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ശ്രീരാമസ്വാമിയിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത്. രാമായണം വായിച്ചു പോയാൽ പോരാ. ഒരു വിഭീഷണന് അഭയം കൊടുത്ത ശ്രീരാമസ്വാമിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, ഏത് ജാതിയിൽപ്പെട്ടവനായാലും മതത്തിൽപ്പെട്ടവനായാലും എന്നെ വേദനിപ്പിച്ചാൽ പോലും ഞാൻ ക്ഷമിക്കുകയും ഞാൻ അവനെ ഉൾക്കൊള്ളുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൽ ജീവിക്കുക വേണ്ടത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീരാമസ്വാമിയോ ശ്രീകൃഷ്ണ ഭഗവാനോ പറഞ്ഞത് നമ്മൾ കുറെയൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നല്ല ഉറപ്പാണ്, നമ്മൾ അമ്പലത്തിൽ പോയിട്ടൊന്നും അദ്ദേഹത്തിനെ കണ്ട അദ്ദേഹം നമ്മുടെ കൂടെ നടന്നോളൂ. അങ്ങനെ നമ്മൾ ആചാര്യന്മാര്, അവതാരമൂർത്തികൾ പറഞ്ഞതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അവരെ തൊഴുതു പോവുക എന്നുള്ളത് ഭക്തിയുടെ ഏറ്റവും താഴ്ന്ന പട്ടികയാണ്. ഭാഗവതത്തിൽ അതുകൊണ്ടാണ് ഉത്തമ ഭക്തൻ, മധ്യമഭക്തൻ, പ്രാകൃത ഭക്തൻ എന്ന് 3 തട്ട് വെച്ചത്. അതിൽ ഭാഗവതം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, ഈശ്വരനെ ഒരു വിഗ്രഹത്തിൽ മാത്രം കണ്ട് ശ്രദ്ധയോടെ തൊഴുതു പോകുന്നവൻ പ്രാകൃതനാണ് എന്നാണ്. തൊഴുതു പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. തിരിച്ചറിയൂ, നീ വെറും പ്രാകൃതനെ ആയിട്ടുള്ളൂ, ഇനിയും നിനക്ക് ഉയർന്നു പോകാനുണ്ട് തിരിച്ചറിയാനാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഭാഗവതവും രാമായണവും കേട്ടു എന്ന് വെച്ചിട്ട് അമ്പലത്തിൽ പോകരുത് എന്നല്ലേ പറയുന്നത്? നമ്മൾ അമ്പലത്തിൽ പോകുന്നത്, ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാനാവരുത് പോകേണ്ടത്. അമ്പലത്തിൽ പോകുന്നത് ഉപാസനയൊക്കെ എടുക്കൂ. കുറച്ചു നേരം ഭഗവാനെ, ആ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട്, ആ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്തുകൊണ്ട്, ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധത്തിലേക്ക് ഉയർന്നുകൊണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അമ്പലത്തിലേക്ക് പോവും. അത് നമുക്ക് അർത്ഥവത്തായിരിക്കുന്നവരെയാണ്.